ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മിതാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടും സിമ്പിൾ ആയിട്ടുള്ള ഒരു പായസമാണ് ഉണ്ടാക്കുന്നത്. ഡേറ്റ്സ് പായസമാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 200 ഗ്രാം ഡേറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കുരുവെല്ലാം ഞാൻ കളഞ്ഞെടുത്തതാണ് കേട്ടോ. അപ്പം ഇതൊന്ന് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം. ഡേറ്റ്സ് എല്ലാം നല്ല പാകത്തിന് വെന്താണ് ഇരിക്കുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടല്ലോ, ഈ വെള്ളത്തോട് കൂടി തന്നെ ചൂടാറുമ്പോൾ അരച്ചിട്ടെടുക്കണം. ഇനി കുറച്ച് ശർക്കര ഉരുക്കിയെടുക്കാം. എത്ര മധുരം ആവശ്യമുണ്ടോ അതിനനുസരിച്ചുള്ള ശർക്കര വേണം ഉരുക്കിയെടുക്കാൻ. ഞാനിപ്പോൾ ഒരു 300 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ശർക്കരയെല്ലാം ഉരുക്കി വന്നിട്ടുണ്ട്. ഇത് അരിച്ച് മാറ്റി വയ്ക്കാം. ഉരുളിയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ചണ്ടിപ്പരിപ്പ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പാകമായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഡേറ്റ്സ് ഞാൻ അരച്ചെടുത്തതാണ്. ഇനി ഇത് ഉരുളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ അണ്ടിപ്പരിപ്പ് വറുത്തെടുത്തപ്പോൾ അതിൽ കുറച്ച് നെയ്യ് ഇരുന്നിരുന്നു. അത് കുഴപ്പമില്ല, അതിലേക്ക് തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നെയ്യിൽ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർത്ത് നന്നായിട്ട് വരട്ടി വെക്കാം. ഇത് നല്ല പാകമായിട്ടുണ്ട്. ഇതിലേക്ക് നാളികേരത്തിൻ്റെ 2ാം പാൽ ചേർത്ത് കൊടുക്കാം. ഒരു നാളികേരം പിഴിഞ്ഞിട്ട് അതിൽ നിന്നുള്ള പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള പായസമാണ് കേട്ടോ. ഇതെല്ലാം ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് കുറുകി വേണം. കൊടുക്കാതെ ഇളക്കി കൊടുക്കാം. പായസം പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കാം. ചാനൽ ആദ്യമായിട്ടാണ് കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന ഓപ്ഷൻ കാണാൻ അതിലോട് വേണം സെലക്ട് ചെയ്യാൻ. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. നന്നായിട്ട് ഞാൻ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കും. ഹെൽത്തി ആയിട്ടുള്ള ഡേറ്റ്സ് പായസം റെഡി. ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക് യു.